ഹായ് കൂട്ടുകാരെ, ജാസ് ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്ലയാണ്. ഇന്ന് നമ്മൾ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ മാന്ത്രിക ലോകത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്കായി മാത്രം ഞാൻ എഴുതിയ ഒരു ചെറിയ ഫെയറി സ്റ്റോറി. ഒരു ചെറിയ ഇതളിലെ ഒരു ഫെയറിയുടെ ലോകം. അപ്പോൾ ഇരിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ണുകൾ അടയ്ക്കൂ. കഥ നിങ്ങളെ ഒരു നിലാവുള്ള പൂന്തോട്ടത്തിലേക്കും ഒരു മഞ്ഞു മൂടിയ ഒറ്റതലത്തിലേക്കും ഹൃദയത്തിൽ മുഴുവൻ ആകാശമുള്ള ഒരു ചെറിയ ഫെയറിയിലേക്കും കൊണ്ടുപോകട്ടെ. നമുക്ക് ആരംഭിക്കാം. ഒരു ചെറിയ ഇതളിലെ ഒരു ഫെയറിയുടെ ലോകം. മൃദുവായ പൂന്തോട്ടം മൂടൽ മഞ്ഞുള്ള മൂടുപടത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. മഞ്ഞുമൂടിയ കടലിൽ ഒരു ചെറിയ ബോട്ട് പോലെ ഒരു പൂവിതൾ തൂങ്ങിക്കിടക്കുന്നു. ആ ദളത്തിന്റെ നടുവിൽ ഒരു തള്ളവിരലിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ ഫെയറി ഇരുന്നു. അവളുടെ ചിറകുകൾ ഇളം നീല നിറമായിരുന്നു. അതിരാവിലെ മൂടൽമഞ്ഞ് പോലെ നേരിയ ചന്ദ്രപ്രകാശം പിടിച്ച് ചെറിയ വെള്ളത്തുള്ളികൾ അവയിൽ തട്ടി. അവൾ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ നിശബ്ദത, ചൂടും സുരക്ഷിതത്വവും അനുഭവപ്പെട്ടു. മഴ നിന്നതേയുള്ളൂ. വായുവിന് പുതുമയും തണുപ്പും നൽകി. ദളത്തിൽ പതിക്കുന്ന ഓരോ തുള്ളിയും മൃദുവായ ഡ്രം ബീറ്റ് പോലെ ഒരു പിളർപ്പുണ്ടാക്കി. ഫെയറി പുഞ്ചിരിച്ചുകൊണ്ട് രാത്രിയിലെ ലളിതമായ സംഗീതം ശ്രദ്ധിച്ചു. ചീവിടുകളുടെ ചിലപ്പ്, ദൂരെയുള്ള ഒരു തവള, ഇലകളുടെ മർമ്മര ശബ്ദം. അവൾ ചെറുതായിരിക്കാം, പക്ഷേ ഒരു ആകാശം മുഴുവൻ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അവൾ കരുതി. ഓരോ മഴത്തുള്ളിയും രാത്രി അവൾക്ക് നൽകിയ രഹസ്യമാണെന്നും കാറ്റ് ഒരു പുതിയ ഗാനം മൂളുന്നുണ്ടെന്നും അവൾക്ക് തോന്നി. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തണുത്ത രാത്രി വായു അവളുടെ ശ്വാസകോശത്തിൽ നിറയാൻ അനുവദിച്ചു. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം ഉയർന്നു. പൂവിന്റെ മധുരമുള്ള സുഗന്ധവുമായി കൂടിച്ചേർന്നു. അത് ഒരു ഓർമ്മ പോലെ തോന്നി. മൃദുവായ, ആശ്വാസകരമായ, അല്പം മാന്ത്രികമായ ഒന്ന്. ഒരു കാറ്റിൽ പൊങ്ങിക്കിടക്കുന്നതായും പൂന്തോട്ടത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതും, എന്നിട്ട് എപ്പോഴും തന്റെ പ്രിയപ്പെട്ട ചെറിയ സങ്കേതമായ ഈ ചെറിയ ഇതളിലേക്ക് മടങ്ങുന്നതായും അവൾ സങ്കല്പിച്ചു. രാത്രി നിശബ്ദമായിരുന്നു. ചീവീടുകളുടെ നേരിയ മൂളലും, ഇടയ്ക്കിടെ ഒരു തവളയുടെ കരച്ചിലും, ഇലകളുടെ മൃദുവായ മർമ്മര ശബ്ദവും. അവർ ഒരുമിച്ച് ഒരു ചൂടുള്ള പുതപ്പ് പോലെ സിംഫണി ഉണ്ടാക്കി. അവൾ അല്പം ആടി. താളത്തിനൊത്ത് ചിറകുകൾ പറന്നു. ആ സംഗീതത്തിനൊപ്പം ഒരു മങ്ങിയ തിളക്കമുള്ള നാദം ചേർന്നു. പ്രഭാതത്തിന്റെ ആദ്യ സൂചന ചക്രവാളത്തെ ഇളം പിങ്ക് നിറത്തിൽ നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ മൂടൽമഞ്ഞ് ഉയരാൻ തുടങ്ങി. ആകാശം ആഴത്തിലുള്ള വയലറ്റിൽ നിന്നും മൃദുവായ നീലയായി മാറി. മേഘങ്ങളിലൂടെ സൂര്യപ്രകാശം വഴുതി പൂന്തോട്ടത്തെ സ്വർണം കൊണ്ട് വരച്ചു. ഫെയറി കണ്ണുകൾ തുറന്ന് ലോകം സജീവമാകുന്നത് കണ്ടു. പച്ചയിലകൾ കൂടുതൽ തിളക്കമുള്ളതായി കാണപ്പെട്ടു. പൂക്കൾ വിശാലമായി വിരിഞ്ഞു. എല്ലാത്തിലും ഒരു ചൂടുള്ള തിളക്കം വ്യാപിച്ചു. അവൾക്ക് സന്തോഷത്തിന്റെ ഒരു തിരമാല അനുഭവപ്പെട്ടു. സൂര്യോദയത്തിൽ അവളുടെ ചിറകുകളിലെ മഞ്ഞുകണങ്ങൾ ചെറിയ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നു. സമീപത്ത് ഒരു ചിത്രശലഭം നൃത്തം ചെയ്യുന്നത് അവൾ കണ്ടു. പക്ഷികൾ പ്രഭാതഗാനം ആരംഭിക്കുന്നത് അവൾ കേട്ടു. അവളുടെ മുഖത്ത് സൂര്യന്റെ സൗമ്യമായ ചൂട് അനുഭവപ്പെട്ടു. ആ നിമിഷം അവൾ ചെറുതാണെങ്കിലും വലുതും മനോഹരവുമായ ഒന്നിന്റെ ഭാഗമാണെന്ന് അവൾക്കറിയാമായിരുന്നു. നന്ദിയുള്ള ഒരു പുഞ്ചിരിയോടെ ഫെയറി അവസാനമായി ദളത്തെ നോക്കി. അവൾ ഉയർന്നു. അവളുടെ ചിറകുകൾ സൂര്യപ്രകാശത്തിന്റെ ആദ്യ കിരണങ്ങൾ പിടിച്ചു. ഒരു നിമിഷം അവൾ പറന്നു. വളരുന്ന ദിവസത്തിനെതിരെ ഒരു ചെറിയ പ്രകാശ തീപ്പൊരി. പിന്നെ സംതൃപ്തിയുടെ മൃദുവായ ഒരു നെടുവീർപ്പോടെ ദളത്തിന്റെ അരികിൽ തിളങ്ങുന്ന ഒരു മഞ്ഞുതുള്ളി അവശേഷിപ്പിച്ചുകൊണ്ട് അവൾ പറന്നുപോയി. ഏറ്റവും ചെറിയ നിമിഷങ്ങളിൽ പോലും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ. താങ്ക് യു.